തൃപ്പൂണിത്തുറയിൽ ഇസാഫ് ബാങ്ക് ശാഖയിൽ മോഷണം 2,68,000 രൂപ മോഷണം പോയി. ഷട്ടർ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അലമാര കുത്തി തുറക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ് ജോസഫ്, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പണമാണോ നഷ്ടപ്പെട്ടത്? ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും തുമ്പോ ലഭിച്ചിട്ടുണ്ടോ? തൃപ്പൂണിത്തുറ നഗരത്തിൽ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേവലം വെളിപ്പാടകലെയാണ് ഇസാഫ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് മോഷണം നടന്നത്. ഹെൽമറ്റ് ധരിച്ച ഒരാൾ ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് സഹായിയായി മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നോ എന്നുള്ള സംശയമുണ്ട്. 3 സേഫുകളാണ് ബാങ്കിനുള്ളിൽ ഉള്ളത്. ഇതിൽ പണം വെച്ചിരുന്ന സേഫാണ് കൃത്യമായി കുത്തി തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബാങ്കിനെ കുറിച്ച് അറിയാവുന്ന ആളാണോ ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. മറ്റ് 2 ലോക്കറുകളും തുറക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. 2,65,000 രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. മറ്റ് ആഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. ഒരു ബൈക്കിലാണ് ഇവർ എത്തിയത് എന്നുള്ള ചില സംശയവുമുണ്ട്. ഒരാൾ പുറത്തു നിന്ന് ഹെൽമറ്റ് ധരിച്ച ആൾ മാത്രം ബാങ്കിന് ഉള്ളിൽ കയറി മോഷണം നടത്തുകയായിരുന്നു എന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായിരുന്നാലും പോലീസ് നായയും വിരലടയാള വിദഗ്ധരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് നായ സ്ഥലത്തെത്തിയിട്ടും അടുത്ത പ്രദേശങ്ങളിലേക്ക് പോവുകയോ മറ്റ് സൂചനകൾ ഒന്നും ഇതേവരെ ലഭിച്ചിട്ടില്ല. പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. ശരി.